CBSE കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. സയൻസും സോഷ്യൽ സയൻസും ഇനി 2 ലെവലുകളിൽ പഠിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. എന്താണ് സംഭവം അല്ലേ? നിങ്ങൾ ഈ ന്യൂസ് ഒരുപക്ഷെ കണ്ടു കാണും. CBSE കരിക്കുലം കമ്മിറ്റി ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 9-10 ക്ലാസ്സിലെ കുട്ടികൾക്ക് 2026-27 ആകുമ്പോഴേക്ക് 2 ഡിഫറെന്റ് ലെവലുകളിലായിട്ട് സോഷ്യൽ സയൻസും സയൻസും പഠിക്കാം. 2 ഡിഫറെന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ലെവലിലുള്ള ഒരു കോഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു കോഴ്സ് ഉണ്ടായിരിക്കും. നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾക്ക്, ഹൈലി കോമ്പീറ്റന്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് ലെവൽ ചൂസ് ചെയ്യാം. അതേസമയം ഒരു ആവറേജ് ലെവലിലുള്ള, ബിലോ ആവറേജ്, ഒരു വീക്കർ സെക്ഷനിലുള്ള കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള കോഴ്സും തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ 2019 CBSE അണ്ടറിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നിരുന്നു. മാത്തമാറ്റിക്സിന്റെ കേസിലായിരുന്നു ആ മാറ്റം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. 2019 വന്നിരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ കേസിൽ ബേസിക് ലെവൽ ആൻഡ് സ്റ്റാൻഡേർഡ് ലെവൽ നിങ്ങൾ സ്പ്ലിറ്റ് വന്നു. അങ്ങനെ സ്പ്ലിറ്റ് വന്നു എന്നല്ലാതെ കോഴ്സിന്റെ ഭാഗമായിട്ടോ സിലബസിലോ മാറ്റങ്ങളൊന്നും വന്നില്ല. എക്സാമിൽ മാത്രം, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിൽ മാത്രമാണ് ഡിഫറൻസ് വന്നത്. അതായത് സ്റ്റാൻഡേർഡ് ലെവലിലുള്ള കുട്ടികൾക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ബേസിക് ലെവലിലുള്ള കുട്ടികൾക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ആണ് CBSE നിശ്ചയിച്ചത്. എന്നാൽ 2026 വരാനിരിക്കുന്ന ഈ ഒരു മാറ്റത്തിൽ സോഷ്യൽ സയൻസും സയൻസും അഡ്വാൻസ്ഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഈ 2 ലെവലുകളും ഡിഫറെന്റ് കോഴ്സുകളായിട്ട് തന്നെ, ഡിഫറെന്റ് എക്സാമുകളായിട്ട് തന്നെ, അവർക്ക് നടക്കുന്ന എക്സാമിൽ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും, ക്വസ്റ്റ്യൻ സെറ്റ് ആയിരിക്കും, അവർക്ക് പഠിപ്പിക്കുന്ന കോഴ്സസ് കരിക്കുലം വ്യത്യസ്തമായിരിക്കും. ആ രൂപത്തിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിഫറെന്റ് കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, നല്ല രൂപത്തിൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾക്ക്, മിടുക്കരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു അവസരം നല്ല ഒരു അവസരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, അല്ലേ? അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനുള്ള അവസരം, നല്ല അഡ്വാൻസ്ഡ് കോണ്ടന്റുകൾ കിട്ടാനുള്ള അവസരമാണ്, ടഫസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ക്വസ്റ്റ്യൻ സെറ്റുകൾ കിട്ടാനുള്ള ഒരു അവസരമൊക്കെയാണ് CBSE മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ എക്സാം വൈ ലേണിംഗിലും ആക്ച്വലി ഈ ഒരു ആശയം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എക്സാം വൈ ലേണിംഗിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സയൻസിലും മാത്സിലും ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എയിം ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ 2 ഡിഫറെന്റ് ബാച്ചുകളായിട്ട് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഇവർക്ക്, ഈ കുട്ടികൾക്ക് ടേം ലെവലിൽ ഓരോ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓരോ ടേം എക്സാമിലും അവർക്ക് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാച്ച് വൈസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ബാച്ച് ആൻഡ് സൂപ്പർ ബാച്ച് എന്നുള്ള രൂപത്തിൽ 2 ബാച്ചുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 2 ബാച്ചുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒളിമ്പ്യാഡ് പോലെയുള്ള ഹൈലി ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാംസിന് സ്പെഷ്യൽ കോച്ചിങ്ങൾ ഈ പറഞ്ഞ സൂപ്പർ ബാച്ചിലെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സ്പെഷ്യൽ ബാച്ചിലെ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യും. മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസിനുള്ള ഒളിമ്പ്യാഡിലുള്ള കോച്ചിങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സൂപ്പർ ബാച്ചിലെ കുട്ടികൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അവർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്സിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവും. നമ്മുടെ ടെക്സ്റ്റ് ബുക്സ്, ഇപ്പം എൻ്റെ കയ്യിൽ മാത്തമാറ്റിക്സിന്റെ വർക്ക് ബുക്ക് ഉണ്ട്, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ വർക്ക് ബുക്ക് എന്താണെന്ന് ചോദിച്ചാൽ, മാത്തമാറ്റിക്സിൽ കുറേ ഭാഗം തിയറി പാർട്സ് ആണ്. പക്ഷെ തിയറി അല്ല കുട്ടികൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, പകരം ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? വർക്ക് ബുക്കിൽ നമ്മൾ ആക്ച്വലി ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നിങ്ങനെ ഡിഫറെന്റ് ലെവൽസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈസിയർ ടു ഹാർഡർ എന്നുള്ള ലെവലിലെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകാനുള്ള ഒരു അവസരമാണ് ആക്ച്വലി കിട്ടുന്നത്. നമ്മൾ ഓരോ കോണ്ടന്റുകളും ഷോർട്ട് കോണ്ടന്റ്സ് ആയിട്ട് കൊടുക്കുന്നു. ഓരോ കോണ്ടന്റ് കഴിയുമ്പോഴും കുട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഈ പറഞ്ഞ വർക്ക് ബുക്കിൽ നിന്നും നമ്മുടെ ആപ്പിൽ നിന്നൊക്കെ കുട്ടികൾക്ക് സോൾവ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എക്സാം വൈ ലേണിംഗിൽ നമ്മൾ ഈ കണ്ടൊരാശയം തന്നെ CBSE കരിക്കുലം മുന്നോട്ട് വെക്കുന്നു എന്നുള്ള കാര്യത്തിൽ സന്തോഷം തോന്നുന്നുണ്ട്. സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ കൂടെ ഈ പറഞ്ഞൊരു മാറ്റം കൊണ്ടുവരാനിരിക്കുകയാണ്. മാത്സിൽ ആൾറെഡി 2019 ഈ ഒരു മാറ്റം വന്നു. ഇനി സോഷ്യലിലും സയൻസിലും കൂടെ ഈ മാറ്റം വരികയാണ്. ഡിഫറെന്റ് കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കണം. എക്സാം വൈ ലേണിംഗിന്റെ ഒരു സപ്പോർട്ടും നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക്, ഡിഫറെന്റ് കോമ്പറ്റീവ് എക്സാംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നിങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നത്. പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. പത്രമാധ്യമങ്ങളിൽ ന്യൂസ് വരുമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നുള്ള രൂപത്തിലാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത്. ബൈ.